പറയുന്നത് പോലെ ഇത് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ കാര്യങ്ങൾ. ഈ ഗോവിന്ദച്ചാമി പിന്നെ പുറത്ത് ചാടി എന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതമാണ്. പക്ഷെ ഒറ്റക്കയ്യനായ ഒരാള് ഇത്രയും വലിയ 11 അടിയോളം വരുന്ന ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ 2 മതിലുകൾ കടന്ന് പുറത്ത് വരണമെങ്കിൽ അയാൾ ഒറ്റക്കാണ് എന്ന് ഇവര് പ്രചരിപ്പിച്ചാൽ അത് വിശ്വസിക്കുന്ന ആളുകൾ അരിഹാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. വളരെ കൃത്യമായ ഗൂഢാലോചന അതിനകത്ത് നടന്നിട്ടുണ്ട്. ഇയാളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി സെൻട്രൽ ജയിലിനകത്ത് പ്രത്യേകിച്ച് അവിടെയൊക്കെ സെൻട്രൽ ജയിലിൽ ഒരു കുത്തഴിഞ്ഞ സംവിധാനമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ യാതൊരു റോളും ഇല്ല. അവിടെ രാഷ്ട്രീയ തടവുകാരും അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് സെൻട്രൽ ജയിൽ ഭരിക്കുന്നത്. ആ ഭരിക്കുന്ന സെൻട്രൽ ജയിലിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്, അതിനകത്ത് പുറത്തറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് രഹസ്യമായി തന്നെ പല ആളുകൾ ഞങ്ങളോടൊക്കെ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അമാനുഷിക ശക്തി ഇയാൾക്കില്ല. ഇയാൾ സൂപ്പർമാൻ അല്ല, ഇയാൾ ടാർസൻ അല്ല. എങ്ങനെയാണ് ഇയാൾ ചാടിക്കടന്നത് എന്നുള്ളത് വളരെ കൃത്യമായി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വലിയ ഗൂഢാലോചന അതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ നൊട്ടോറിയസ് ആയ ഒരു ക്രിമിനലിനെ, ഈ കേരളം വെറുക്കുന്ന, മനുഷ്യ മനസ്സാക്ഷികൾ വെറുക്കുന്ന ഒരു ക്രിമിനലിനെ ഇത്ര കൂളായി സെൻട്രൽ ജയിലിൽ ചാടാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ലജ്ജിക്കുക എന്നല്ലാതെ എന്താണ് പറയുന്നതിനെ പറ്റി? എന്ത് സംവിധാനമുള്ളത്? ജയിലിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ പിടിക്കാൻ കാണിക്കുന്ന ആ ദൃശ്യങ്ങളടക്കം നമ്മൾ കാണുന്നുണ്ട്. ഒരു നാടകം എന്നോണം തന്നെയാണ് കൃത്യമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതെ, തീർച്ചയായും പിടിക്കാൻ ചാടിയിട്ട് ഇത്ര മണിക്കൂർ കഴിഞ്ഞ് അറിയാത്തവർ പിടിക്കാൻ വന്നു എന്നുള്ള അവസാനം നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നിട്ടാണ് പിടിച്ചത്. പക്ഷെ അതിനകത്ത് എന്തോ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയോ മറക്കാനോ എന്തൊക്കെയോ ഇതാക്കാനോ ഉള്ള ഗൂഢാലോചന അതിനകത്ത് ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക രൂപത്തിലാണ് ഗോവിന്ദൻചാമിയുടെ ജയിൽ ചാട്ടം. അതുകൊണ്ട് കൃത്യമായ ഒരു ഉന്നതതല അന്വേഷണം ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ആരന്വേഷിച്ചാലും ഇത്രയും വരും. കാരണം ഇതിപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ചാടിയെന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയിലാണ് ഈ CCTVയുടെ പല കാര്യങ്ങളും പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് കൊടിസുനിയെ പോലെയുള്ള ആളുകളാണ്, TP കേസിനൊക്കെ പ്രതികളായി കൊലയാളി ശിക്ഷിക്കപ്പെട്ട ആളുകളാണ് അവിടെ ഭരിക്കുന്നത്. ചില ബ്ലോക്കിനകത്ത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അവിടെ സ്പെഷ്യലായിട്ടുള്ള അടുക്കള, ജയിൽ മെനുവിനപ്പുറത്തേക്കുള്ള അൽഫാം വേണമെങ്കിൽ അൽഫാം, ഷവായി വേണമെങ്കിൽ ഷവായി, അല്ലെങ്കിൽ തന്തൂരി ചിക്കൻ വേണമെങ്കിൽ തന്തൂരി ചിക്കൻ, എല്ലാ സാധനവും കിട്ടും. കഞ്ചാവ് കിട്ടും, MDMA കിട്ടും, സർവത്ര മയക്കുമരുന്ന് കിട്ടും. എല്ലാ സംവിധാനം കിട്ടുന്ന ഒരു ഇടമാണ് ഈ സെൻട്രൽ ജയിൽ. ആ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അവിടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നു. ഏറ്റവും നല്ല അത്യാധുനിക ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ ഈ പ്രതികളുടെ കയ്യിലുണ്ടാവുന്നു. അവര് കൊട്ടേഷൻ ഏറ്റെടുത്ത് കൊട്ടേഷൻ നടത്തുന്നു. അങ്ങനെയൊക്കെ ആരോപണങ്ങൾ വന്നതല്ലേ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ജയിലിനെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരല്ല, രാഷ്ട്രീയ കൊലയാളി ആളായിട്ടുള്ള ഈ തടവുകാരും അതോ CPMന്റെ ഇപ്പൊ ഈ ജയരാജനെ പോലുള്ള ആളാണ് അവിടെ ഈ ഇതിന്റെ ഉപദേശക സമിതി 2 കൊലക്കേസിനത് പ്രതിയായ ഒരാളെ ജയിൽ ഉപദേശക സമിതി അംഗമായി കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ കോഴിയെ കാക്കാൻ കുറുക്കനെ കാവലേൽപ്പിച്ചതുപോലെയല്ലേ ജയരാജനെ ജയിലിന്റെ പദവി ഉപദേശക സമിതിയിൽ വെക്കുന്നത്. ഇതൊക്കെ കാണുന്ന ആളുകൾ ഈ നാട്ടില്. അപ്പൊ പാർട്ടിയുടെ സംവിധാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ജയിലിൽ ഭരിക്കുന്നവരാണ്, അവരുടെ നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ പിന്നെ ഇതിനപ്പുറവും നടക്കും അവിടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.